പാലക്കാട് പട്ടാമ്പിയിൽ വ്യാപാരിയെ ആക്രമിച്ച് പണം തട്ടിയ കേസിൽ കുപ്രസിദ്ധ കുറ്റവാളി കോടാലി ജയനും സംഘവും പോലീസിന്റെ പിടിയിൽ. ആലത്തൂർ സ്വദേശിയായ വ്യാപാരിയെ കാർ തടഞ്ഞു നിർത്തി ആക്രമിച്ച് 45 ലക്ഷം രൂപ കവർന്ന കേസിലാണ് അറസ്റ്റുണ്ടായത്. തമിഴ്നാട് സ്വദേശികളുമായി ചേർന്ന് ആസൂത്രണം ചെയ്തായിരുന്നു കവർച്ച. കഴിഞ്ഞ ജനുവരി 31-ന് പട്ടാമ്പി ചൂരക്കോട് വെച്ച് ആലത്തൂർ സ്വദേശിയായ വ്യാപാരിയെ ആക്രമിച്ച് പണം തട്ടിയ കേസിലാണ് കുപ്രസിദ്ധ കുറ്റവാളി കോടാലി ജയനും സംഘവും അറസ്റ്റിലായിരിക്കുന്നത്. പാലക്കാട് ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കോടാലി ജയനെയും സംഘത്തെയും പിടികൂടിയത്. വ്യാപാരിയെ കാർ തടഞ്ഞു നിർത്തി ആക്രമിച്ച ശേഷം കാറിലുണ്ടായിരുന്ന 45 ലക്ഷം രൂപയുമായി സംഘം കടന്നു കളയുകയായിരുന്നു. സംഭവത്തിൽ ആക്രമണത്തിനിരയായ വ്യാപാരിയുടെ പരാതിയിൽ പട്ടാമ്പി പോലീസ് നടത്തിയ അന്വേഷണത്തിനിടെയാണ് കോടാലി ജയനും സുഹൃത്തുക്കളായ അമൽ ജോസ്, ശ്രീജേഷ്, ജോൺസൺ എന്നിവരും തമിഴ്നാട് സ്വദേശികളായ ശിവൻ, ഭരത് എന്നിവരും പിടിയിലായത്. അട്ടപ്പാടി ഷോളയൂരിൽ ഒളിവിൽ കഴിയുന്നതിനിടെയാണ് പോലീസ് സംഘം കോടാലി ജയനെ പിടികൂടിയത്. തമിഴ്നാട് പോയി നാമക്കൽ ആൻഡ് തിരുച്ചി അവിടെ അന്വേഷണം നടത്തി പ്രതികളെ നമ്മൾ പോലീസ് സംഘം അറസ്റ്റ് ചെയ്തിരുന്നത്. അപ്പോൾ ഈ തമിഴ്നാട്ടിൽ നിന്ന് ഒരു പ്രതികളും കൂടി ഗ്രൂപ്പും കൂടി ഇതിൽ ഇൻവോൾവ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലെ മെയിൻ പ്രതികൾ ഈ കോങ്കാട് ഈ പരിസരത്തിലുള്ളവരാണ്. അതുമാത്രമല്ല ഇതിൽ പ്രധാന പ്രതി കോടാലി ജയനാണ് ഇതിൽ ഇൻവോൾവ് ആയിരുന്നത്. അപ്പോൾ ഈ കോടാലി ജയൻ ഇതിൽ ഇൻവോൾവ് ആയും കൂടി നമുക്ക് തെളിവുകൾ കൂടി കിട്ടിയിരുന്നു. ഈ നേരിട്ട് കുറ്റകൃത്യത്തിൽ ഇൻവോൾവ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പ്രത്യേകമായിട്ട് 3 വിവിധ ടീമുകളായിട്ട് ഈ പ്രതികൾ നോക്കിയിരുന്നു. ആദ്യം ഒരു ടീം തമിഴ്നാട്ടിൽ പോയിട്ട് തമിഴ്നാട്ടിലുണ്ടായിരുന്ന ഭരത്, ശിവൻ്റെ 2 പ്രതികളായിട്ട് പിടിച്ച് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള തമിഴ്നാട്ടിലുള്ള ഒരു 3-4 പ്രതികളും കൂടി ബാക്കിയുണ്ട്. അപ്പോൾ അവരും കൂടി നമ്മൾ ആ പ്രത്യേക അന്വേഷണ സംഘം നോക്കി ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബാക്കി പ്രധാന മെയിൻ പ്രതിയാണ് കോടാലി ജയന് നമ്മൾ ഷോളയൂർ സ്റ്റേഷൻ പരിധിയിൽ വെച്ച് നമ്മുടെ പ്രത്യേക സ്ക്വാഡ് അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്ത് നമ്മളിവിടെ വെച്ച് ഇൻട്രാഗേറ്റ് ചെയ്തിട്ട് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പങ്ക് ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അന്വേഷണം നടത്തി വരുന്നുണ്ട്. 20ഓളം കേസുകളിൽ പ്രതിയായ കോടാലി ജയൻ കുറ്റകൃത്യത്തിൽ നേരിട്ട് ഇടപെട്ടതിന് പോലീസിന് തെളിവ് ലഭിച്ചിട്ടുണ്ട്. തമിഴ്നാട്ടിലെ ജയിലിൽ കഴിയുന്നതിനിടെ ജയനൊപ്പം ഉണ്ടായിരുന്ന പ്രതികളാണ് കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള തമിഴ്നാട് സ്വദേശികൾ. കവർച്ച ആസൂത്രണം ചെയ്ത മുഖ്യപ്രതി ഉൾപ്പെടെ 6 പേർ കൂടി ഇനിയും പിടിയിലാവാനുണ്ടെന്നും ഇവർക്കായി അന്വേഷണം ആരംഭിച്ചതായും ജില്ലാ പോലീസ് മേധാവി പറഞ്ഞു. കൂടാതെ കേരളത്തിലെയും തമിഴ്നാട്ടിലെയും കുറ്റവാളികൾ സംയുക്തമായി കവർച്ചകൾ നടത്തുന്നത് വർദ്ധിച്ചു വരുന്നുണ്ടെന്നും ഇതിൽ തമിഴ്നാട് പോലീസുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണം നടത്തുമെന്നും SP വ്യക്തമാക്കി. ജനം, പാലക്കാട്.